ഒരു ഒത്തൻറ്റിക് തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി കഴിക്കാനായിട്ട് വന്നൊരു സ്ഥലമാണ് കേട്ടോ. തലശ്ശേരി റെസ്റ്റോറൻറ്റ്. ഇവർക്ക് തലശ്ശേരിയിൽ മാത്രമല്ല, ഇവർക്ക് ഒത്തിരി റെസ്റ്റോറൻറ്റ് ചെയിൻസ് ബാംഗ്ലൂരുണ്ട്, വൈറ്റ് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ അനേക്കൽ റോഡാണ് ഈ വരുന്നത്. ഇവിടെ കാണുന്നത് പോലെ തന്നെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്സ് ഉണ്ട്. പരിപ്പുവട, അതുപോലെ മുട്ട ബജി, പഴംപൊരി, അതുപോലെ സമൂസ ഉണ്ട്, ബ്രെഡ് ബരി ഉണ്ട്, ഒരു എഗ്ഗിൻ്റെ ഒരു കേക്ക് പോലത്തെ ഒരു ഐറ്റമൊക്കെ ഉണ്ട്. ഞാൻ ഏകദേശം ഒരു ഉച്ചയ്ക്ക് എത്തി, അതുകൊണ്ട് തന്നെ ഞാൻ നേരെ നമ്മുടെ തലശ്ശേരി ഒതൻറ്റിക് ബിരിയാണിയിലോട്ട് തന്നെ അങ്ങനെ ജമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. വലിയൊരു ഇതായിട്ടല്ല, എന്നാലും വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് കൊടുക്കുന്ന ഒരു നല്ലൊരു ഇതാണ്. അപ്പോൾ ഇവിടെ മെനൂസും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി. ഒരു ഡെയിലി ഒറ്റ മെനൂസൊക്കെ ചേഞ്ച് ചെയ്യും. കാണുന്ന പോലെ തന്നെ ആംബിയൻസ് നിങ്ങൾക്ക് കാണാം. തലശ്ശേരി ബിരിയാണി കഴിച്ച ആളുകൾ എന്തായാലും അതെവിടെയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു തലശ്ശേരി ബിരിയാണി കൊടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ്. ഞാനിവിടെ നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ട്. സൊമാറ്റോൻ്റെ ഒക്കെ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് അവാർഡൊക്കെ ഒരു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബിരിയാണി എന്ന് പറയുന്നത് വന്നു. കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു വൈറ്റ് റൈസിലുള്ള ഒരു ബിരിയാണിയാണ്. അതിൻ്റെ ഉള്ളിലോട്ട് പോകും തോറും നമുക്ക് അതിൻ്റെ ഒരു മസാല ലെസ് സ്പൈസിയാണിത്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു മണമാണ്. അതെനിക്ക് തോന്നുന്നു ജീരകശാല റൈസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രേവിയും ഇതൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ ചിക്കൻ ആണെങ്കിൽ പൊരിച്ച ചിക്കനാണ് ഇതിനുവേണ്ടി ദം ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് വളരെ രസകരമാണ്. ആദ്യാവസാനം വരെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഇവിടെ വന്ന് കഴിക്കാം. ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്താണ്. എന്തായാലും ട്രൈ ചെയ്യുക. ലൊക്കേഷൻ ഞാൻ ഡീറ്റെയിൽസിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.